യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം സർവ്വലോകത്തിനുമുള്ളതാണ്. സുവിശേഷം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നത് കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ നഷ്ടപ്പെട്ടു പോയ ഭവനത്തിലേക്കും തേജസ്സിലേക്കും പുത്രത്വത്തിലേക്കും മടക്കി വരുത്തുവാൻ ദൈവം മനുഷ്യവേഷമെടുത്തു. നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് വന്നു. നിങ്ങൾക്ക് വേണ്ടി ജനിച്ചവൻ ഒരുവൻ മാത്രമാണ്, അത് യേശുക്രിസ്തുവാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചു. സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. യേശു കർത്താവ് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു. എന്നാൽ തൻ്റെ 33.5 വയസ്സിൽ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധിയായിരുന്നു. അത് നമ്മുടെ ന്യായവിധിയായിരുന്നു. നാളിതുവരെയും നാം ചെയ്തു പോന്ന സകല പാപങ്ങൾക്കുമുള്ള ശിക്ഷയാണ് യേശു ഏറ്റുവാങ്ങിയത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അത് സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിച്ചാൽ ഇന്ന് പകൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അടിമത്വങ്ങൾ അവസാനിക്കുകയാണ്, ബന്ധനങ്ങൾ അഴിയുകയാണ്, മുഖങ്ങൾ തകരുകയാണ്, രോഗബന്ധനങ്ങൾ അഴിയും, മരണഭീതികൾ വിട്ടുമാറും, മരണബന്ധനങ്ങൾ ഒഴിഞ്ഞു മാറും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് വലിയ ശക്തിയുണ്ട്. അത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ, യേശുക്രിസ്തു വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. അത് ശോഭിക്കരുതെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. അത് നിങ്ങൾ അറിയരുതെന്നുള്ളതാണ് പിശാചിൻ്റെ ആഗ്രഹം. അതിന് പിശാച് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ കുരുടാക്കുക എന്നുള്ളതാണ്. സുവിശേഷം നമ്മുടെ ആത്മാവിനുള്ളതാണ്. സുവിശേഷം പ്രകാശിക്കുന്നത് ആത്മാവിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിശാച് തകർക്കുന്നത് മനസ്സിനെയാണ്. യേശു കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിൻ്റെ അമരത്ത് യേശുവുണ്ട്. ഭൂമിയെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ വിരിച്ചവൻ, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, വാഴുന്നവൻ പടകിൽ സഞ്ചരിക്കുകയാണ് നമുക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആ യാത്രയിൽ പെട്ടെന്ന് ആ കടലിൽ, ആ നടുക്കടലിൽ ഒരു കാറ്റടിക്കുകയാണ്. കാറ്റ് വന്നപ്പോൾ തിര ഉയരാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ നോട്ടം മാറിപ്പോയി. ഗുരുവിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കാറ്റ് വരുന്നതും വെള്ളം ഉയർന്നു പോകുന്നതും അത് പടകിൽ കയറുന്നതും പടക് നിറയുന്നതും മുങ്ങുമാറാകുന്നതും കണ്ടപ്പോൾ ആ ചിന്തകൾ അവരുടെ മനസ്സിനെ തകർക്കാൻ തുടങ്ങി. അവർ നശിച്ചു പോകുന്നു എന്നൊരു ചിന്തയാണ് അവർക്കുണ്ടായത്. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിൻ്റെ തലത്തിൽ വരുന്നൊരു അറ്റാക്കാണ്. എന്നാൽ അതിനെയൊക്കെ പിടിച്ചു കെട്ടണം. ഇന്ന് പകൽക്കാലം ആ ചിന്തകളെയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് സത്യം തൊട്ടടുത്തുണ്ട്. ജീവിപ്പിക്കുന്ന വചനം, സ്വാതന്ത്ര്യം നൽകിയ വചനം, സൗഖ്യമാക്കിയ വചനം നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളതിനെ സ്വീകരിക്കണം. സുവിശേഷത്തെ വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം, സ്വീകരിക്കണം.
പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചാൽ, നിങ്ങൾ യേശുവിനോട് കൂടെ നടക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വെളിച്ചമാണ്. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ പ്രകാശിക്കും. നിങ്ങളുടെ സാന്നിധ്യം കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്, ദേശത്തിന് അനുഗ്രഹമാണ്. നിങ്ങൾ ഭൂമിക്ക് തന്നെ ഒരു വെളിച്ചമാണ്. സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശോഭിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ ശോഭിക്കും. അതിനെ മൂടി വയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശു വന്നത് ലോകത്തിൻ്റെ വെളിച്ചമാകാനാണെങ്കിൽ, ഈ ലോകത്തിൽ ഇരുട്ടിനെ മുഴുവൻ പിടിച്ചടക്കുന്ന വെളിച്ചമായി യേശു നിങ്ങളിലൂടെ വ്യാപരിക്കും. വിശ്വസിക്ക്, വചനം വ്യാപരിക്കാൻ പോവുകയാണ്. വെളിച്ചം വ്യാപരിക്കാൻ പോവുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നിങ്ങളിലൂടെ ഇരുട്ടിലിരിക്കുന്ന അനേക വ്യക്തികൾ, കുടുംബങ്ങൾ പ്രകാശിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.